നാട്ടിലെ ചൂടേറിയ വാർത്തകൾ അറിയാൻ കാത്തിരിക്കുന്ന UK മലയാളികൾക്ക് ശരിക്കും ചൂടുള്ള വാർത്തകൾ തന്നെയാണ് മലയാള ദിനപത്രങ്ങളിലെ തലക്കെട്ടുകൾ. തലസ്ഥാന ഭരണം കൈയടക്കിയ BJP, CPM നേതാക്കൾക്കെതിരെ വമ്പൻ പണികളാണ് തുടങ്ങിവെച്ചതെന്ന് തെളിയിക്കുന്ന വാർത്തയ്ക്കാണ് മനോരമ പ്രാധാന്യം നൽകിയത്. ശാസ്തമംഗലം വാർഡ് കൗൺസിലറായി വിജയിച്ച ശ്രീലേഖ IPS, വട്ടിയൂർക്കാവ് MLAയും CPM നേതാവുമായ VK പ്രശാന്തുമായി കൊമ്പുകോർത്ത വാർത്ത ഇങ്ങനെയാണ്. ശാസ്തമംഗലത്ത് കോർപ്പറേഷൻ കെട്ടിടത്തിൽ കൃത്യമായ വാടക കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന MLA ഓഫീസ് ഒഴിയണമെന്നാണ് ശ്രീലേഖയുടെ ഭീഷണി. ഇത് പത്രം ചൂണ്ടിക്കാട്ടുന്നു. ശ്രീലേഖയുടെ ആവശ്യം MLA നിരസിച്ചുവെന്നും പത്രം പറയുന്നു. MLA ഓഫീസ് പ്രവർത്തിക്കുന്ന മുറി തന്നെ ശ്രീലേഖയ്ക്ക് വേണമെന്നാണ് പിടിവാശി. തൃശൂർ മറ്റത്തൂരിൽ കോൺഗ്രസ് അംഗങ്ങൾ കൂട്ടത്തോടെ കാലുമാറി BJPക്ക് ഒപ്പം പോയതും മനോരമ നൽകിയിട്ടുണ്ട്, വലിയ പ്രാധാന്യത്തോടെ തന്നെ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിച്ച വാർത്തയും പത്രം ഒന്നാം പേജിൽ ചിത്രമടക്കം നൽകിയിട്ടുണ്ട്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പോലീസുകാരനും സൈനികനും തമ്മിൽ അടിപിടി നടന്ന വാർത്തയും മനോരമ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ഇരുകൂട്ടർക്കും പരിക്കേറ്റെങ്കിലും ആർക്കും പരാതികൾ ഇല്ലാത്തതിനാൽ കേസെടുത്തില്ലെന്നും പത്രം പറയുന്നു. തദ്ദേശ ചിത്രം തെളിഞ്ഞെന്ന വാർത്തയുമായാണ് മാതൃഭൂമി പുറത്തിറങ്ങിയത്. 532 ഗ്രാമപഞ്ചായത്തുകൾ UDFിനൊപ്പവും 358 ഇടതുമുന്നണിക്കൊപ്പവും നിന്നപ്പോൾ 30 പഞ്ചായത്തുകളിൽ BJP മുന്നണി ആധിപത്യമുറപ്പിച്ചുവെന്ന കണക്കുകൾ ഉദ്ധരിച്ച് പത്രം പറയുന്നു. വട്ടിയൂർക്കാവ് MLA ഓഫീസ് ഒഴിയണമെന്ന BJP കൗൺസിലർ ശ്രീലേഖയുടെ ഭീഷണിയും മാതൃഭൂമി പ്രധാന വാർത്തയാക്കിയിട്ടുണ്ട്. ശ്രീലേഖയുടെ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും വാടക കരാർ കാലാവധി തീരും വരെ അവിടെ തന്നെ തുടരുമെന്നും MLA VK പ്രശാന്ത് നൽകിയ മറുപടിയും പത്രം പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. AI മനുഷ്യനെ പോലെ ആകരുതെന്ന ചൈനീസ് സർക്കാരിന്റെ മുന്നറിയിപ്പും നിയന്ത്രണങ്ങളും മാതൃഭൂമി ഒന്നാം പേജിൽ നൽകി. തദ്ദേശം പിടിക്കാൻ കാലുവാരൽ ചതി എന്ന വാർത്തയ്ക്ക് തന്നെയാണ് കേരള കൗമുദിയും ഒന്നാം പേജിൽ പ്രാധാന്യം നൽകിയത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടാണ് ദേശാഭിമാനി ഒന്നാം പേജ് വാർത്തയാക്കിയത്. കൂടാതെ തൃശൂരിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങളുടെയും ഘോഷയാത്രയുടെയും ചിത്രവും പത്രം ഒന്നാം പേജിൽ നൽകി. കോൺഗ്രസ് നേതാക്കളായ ശശി തരൂരും ദിഗ്വിജയ് സിംഗും മോദിയെ സ്തുതിക്കുന്ന കാര്യവും പത്രം ഒന്നാം പേജിൽ നൽകി. ഇനി ഇംഗ്ലണ്ടിലെ പ്രമുഖ പത്രങ്ങളുടെ തലക്കെട്ടുകൾ ശ്രദ്ധിക്കാം. AI സാങ്കേതിക വിദ്യയുടെ കാലത്ത് ആ ടൂളിനെയും പ്രായോഗിക തലത്തിൽ ഉപയോഗിച്ച YouTube വരുമാനം ക്രിയേറ്റർമാർ വാരിക്കൂട്ടുന്നത് സംബന്ധിച്ച പഠന റിപ്പോർട്ടിനാണ് ഗാർഡിയൻ ഒന്നാം പേജിൽ പ്രാധാന്യം നൽകുന്നത്. പഠനമനുസരിച്ച് യൂട്യൂബിലെ 20% ഉള്ളടക്കവും AI സ്ലോപ്പ് അഥവാ AI ടൂളുകൾ ഉപയോഗിച്ച് കുറഞ്ഞ പരിശ്രമം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നവയാണ്. യുക്രൈൻ നഗരമായ കീവിന് നേരെ റഷ്യ നടത്തിയ ആക്രമണം രൂക്ഷമായിരുന്നുവെന്നും ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. അർദ്ധരാത്രി നടന്ന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. നഗരത്തിലെ വൈദ്യുതി ശൃംഖല താറുമാറായി. സാധാരണ ജനതയെ ആക്രമണം പ്രതികൂലമായി ബാധിച്ചതായും സെലൻസ്കിയുടെ സോഷ്യൽ മീഡിയ പ്രതികരണത്തെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്തു. ഒപ്പം ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സെലൻസ്കി ഫ്ലോറിഡയിലേക്ക് പോകുന്ന കാര്യവും പത്രം എടുത്തു പറയുന്നു. വർഷങ്ങളായി തുടരുന്ന യുദ്ധം 10,000ങ്ങളുടെ ജീവൻ അപഹരിച്ചതായും ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. തെറ്റായ ശവസംസ്കാരത്തിന് ഗ്ലാസ്ഗോ ആശുപത്രി നടത്തിയ ക്ഷമാപണവും ഗാർഡിയൻ ഒന്നാം പേജിൽ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്ത് NHSന് കീഴിലുള്ള ക്യൂൻ എലിസബത്ത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലാണ് വീഴ്ച സംഭവിച്ചത്. ഇക്കാര്യത്തിൽ NHS അധികൃതർ ബാധിക്കപ്പെട്ട കുടുംബങ്ങളോട് ക്ഷമ പറഞ്ഞുവെന്നും സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ചുവെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ബോക്സിംഗ് ദിന ആഘോഷങ്ങൾക്കിടെ സ്ട്രൗട്ട് നഗരത്തിൽ വീടിന് തീപിടിച്ചുണ്ടായ ദുരന്തത്തിൽ കാണാതായ 3 പേരെക്കുറിച്ചുള്ള വാർത്ത BBC പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. പരിക്കേറ്റ ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണെന്നും BBC പറയുന്നു. ഇന്ത്യൻ തൊഴിലാളിയെ അടിമയെന്ന് വിളിച്ച് അപമാനിച്ച KFC അധികൃതർക്ക് വൻ തുക പിഴ ചുമത്തിയ വാർത്തയ്ക്കും BBC പ്രാധാന്യം നൽകുന്നു. തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലെ KFC ഫ്രാഞ്ചൈസിയിലാണ് സംഭവം നടന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള മതേഷ് രവിചന്ദ്രൻ എന്ന ഇന്ത്യൻ പൗരന് വാർഷിക അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാനേജർ ഇന്ത്യൻ പൗരനെ അടിമയെന്ന് വിളിച്ച് വംശീയ അധിക്ഷേപം നടത്തിയെന്ന് കണ്ടെത്തിയ കോടതി KFCക്ക് 70,000 പൗണ്ടിന്റെ പിഴയാണ് വിധിച്ചത്.